അമേരിക്ക കഴിഞ്ഞാൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സൈനിക സഹായം ലഭിക്കുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ആയുധങ്ങൾ വാരിക്കോരി കൊടുത്ത ഒടുക്കം പാപ്പരായതോടെ അമേരിക്ക യുക്രൈനെ കൈവിട്ടു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ അമേരിക്കയുടെ വാതിലുകളും യുക്രൈന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. മാത്രമല്ല, സമാധാനം നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ട്രംപ് ആവശ്യത്തിന് സമ്മർദ്ദവും യുക്രൈന് മേൽ ചെലുത്തി വരികയാണ്. എന്നാൽ കാര്യങ്ങൾ ഒരു കരക്കെത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോഴും യുക്രൈന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാക്കുകയാണ് ജർമ്മനി. യുക്രൈൻ സന്ദർശനത്തിനിടെ $12 ബില്യൺ അധിക സൈനിക സഹായം നൽകുമെന്നാണ് ജർമ്മനിയുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി അന്നലീന ബെയ്ബോക്ക് ആണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജർമ്മൻ ഗവൺമെന്റിന്റെ വരാനിരിക്കുന്ന മാറ്റം പരിഗണിക്കാതെ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ ജർമ്മനി യുക്രൈനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു പുതിയ സഖ്യ സർക്കാരാണ് ഇനി ജർമ്മനിയിൽ ഉണ്ടാകാൻ സാധ്യത. CDU നേതാവ് ഫെഡറിക് മെഴ്സിനാണ് ചാൻസലറാകാൻ സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. യുക്രൈൻ സഹായത്തിന്റെ വക്താവായ മെഴ്സ് ഏപ്രിൽ 20 ഈസ്റ്ററോടെ പുതിയ സർക്കാർ നിലയിൽ വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. യുക്രൈനിൽ നിന്നും €3 ബില്യൺ ഹ്രസ്വകാല പിന്തുണ നൽകുവാനും 2029 വരെ €8.5 ബില്യൺ സൈനിക സഹായം നീക്കിവെക്കാമെന്നുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുക്രൈന് വേണ്ടി €130 ബില്യൺ മാനുഷിക സഹായത്തിനും സ്ഥിരത ഫണ്ടുകൾക്കും ഉടൻ അനുവദിക്കുമെന്നും ബെയർബോക്ക് കൂട്ടിച്ചേർത്തു. യൂറോപ്യന്മാർ യുക്രൈനൊപ്പം നിൽക്കുന്നുവെന്ന് കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വേൾഡ് ഇക്കണോമിക് പ്രകാരം 2022 ജനുവരി മുതൽ 2024 ഒക്ടോബർ വരെ ജർമ്മനി യുക്രൈന് ഏകദേശം €11 ബില്യൺ സഹായം നൽകിയിട്ടുണ്ട്. റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈനിന്റെ ഏറ്റവും വലിയ ദാതാവായ അമേരിക്ക ട്രംപിന്റെ കീഴിൽ കാലുമാറിയതോടെയാണ് ആ സ്ഥാനത്തേക്ക് ജർമ്മനി കടന്നു വരുന്നത്. എന്നാൽ പതിറ്റാണ്ടുകളായി നിക്ഷേപം കുറവായതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ കുറഞ്ഞു വന്ന ജർമ്മനിയുടെ സായുധ സേനയുടെ സ്റ്റോക്കുകൾ യുക്രൈനിലേക്കുള്ള ആയുധ വിതരണത്താൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. യുക്രൈന് 3 പാട്രിയറ്റ് വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ സംഭാവന നൽകിയതോടെ ജർമ്മനിയിലെ പാട്രിയറ്റ് സംവിധാനങ്ങളുടെ എണ്ണം 9 കുറഞ്ഞിരുന്നു. സ്വയം രക്ഷയ്ക്ക് ആവശ്യമായത് പോലും കൈയില്ലാത്ത സമയത്താണ് യുക്രൈനെ സഹായിക്കാൻ ഓടിക്കൊണ്ട് ജർമ്മനി അവിവേകത്തിന് മുതിരുന്നത്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ബന്ധങ്ങളിൽ പ്രകടമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും റഷ്യയുമായി അമേരിക്കയും സംഘർഷത്തിന് നയതന്ത്രമായ ഒരു പരിഹാരത്തിനായി പ്രവർത്തിക്കുകയാണ്. യുക്രൈനിലെ അധികാരികളോട് റഷ്യൻ ഗവൺമെന്റിന്റെ സംശയങ്ങൾക്കിടയിലും ഭാഗിക വെടിനിർത്തൽ കരാറിൽ ഇരുപക്ഷവും പുരോഗതി കൈവരിച്ചു. ഉടനടി വെടിനിർത്തൽ പാലിക്കാൻ യുക്രൈൻ തയ്യാറാണെന്നും സന്നദ്ധമാണെന്നും ബെയർബോക്ക് അവകാശപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാന പ്രക്രിയ തടഞ്ഞുവെന്നാണ് ജർമ്മനി ആരോപിക്കുന്നത്. സത്യത്തിൽ നിരവധി സ്ഥലങ്ങളിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈനാണ് കരാർ ലംഘിച്ചതെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യുക്രൈന്റെ യുദ്ധശ്രമത്തിന് ധനസഹായം നൽകി പാശ്ചാത്യർ സംഘർഷം നീട്ടിക്കൊണ്ടു പോയതായിട്ടും റഷ്യ നിരന്തരം ആരോപിക്കുന്നുണ്ട്. ട്രംപ് തന്റെ ആദ്യ കാലാവധി മുതൽ യൂറോപ്യൻ നാറ്റോ അംഗങ്ങളെ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ ചെലവഴിക്കാൻ നിർബന്ധിച്ചു വരികയാണ്. ബ്ലോക്കിലെ അംഗങ്ങൾക്ക് 2% പരിധിയിലെത്താൻ സമ്മതിച്ചപ്പോൾ ഫെബ്രുവരിയിൽ നാറ്റോ അംഗങ്ങൾ പ്രതിരോധത്തിനായി GDPയുടെ 5% വരെ ചെലവഴിക്കുന്നത് പരിഗണിക്കും എന്നും ട്രംപ് നിർദ്ദേശിച്ചു. പണം നൽകിയില്ലെങ്കിൽ അമേരിക്ക അവരെ പ്രതിരോധിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. യൂറോപ്യൻ അംഗരാജ്യങ്ങൾക്ക് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് ശരിയാണെന്ന നിലപാടിലായിരുന്നു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേനും ഉണ്ടായിരുന്നത്. യുക്രൈന്റെ സംഘർഷത്തിനിടയിൽ റഷ്യയെ പിന്തിരിപ്പിക്കുക എന്നതാണ് സൈനിക ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമെന്നും നാറ്റോ നേതാക്കൾ തറപ്പിച്ചു പറയുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അമേരിക്ക നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ റഷ്യക്ക് പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിശ്വസിച്ചു വരുന്നത്.